ഇന്ന് നടത്തിയ ഈ ചർച്ചയിൽ ഇന്ന് നടന്ന ചർച്ചയിൽ ഈ സമരം ചെയ്യുന്ന യൂണിയൻ ഒഴിച്ച് ബാക്കി CIT-യും INTUC-യും ST-യും AITC-യും 4 യൂണിയനുകളും ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ പരിധിയിൽ ഇതെല്ലാം കൊണ്ടുവന്നുകൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് അനുകൂലമായി അവർ നമ്മളെ അതിനു വേണ്ടിയിട്ട് അവസാനം വരെ ഈ സംഘടനകളടക്കം നിർബന്ധിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സമരം ചെയ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 53 ദിവസമായി തുടർന്ന ഈ സമരം 53 ദിവസത്തിന് മുമ്പ് തന്നെ കൊടുത്ത ഡിമാൻഡ് നോട്ടീസുണ്ട്. അപ്പോൾ ഈ ഏതാണ്ട് 2 മാസക്കാലമായി സർക്കാരിന്റെ മുന്നിലുള്ള കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും ഒരു പഠനം നടത്താനോ സാധ്യതകൾ ആരായാനോ ശ്രമിക്കാതിരുന്നിട്ട് ഇപ്പോൾ വന്നൊരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിടത്ത് ഞങ്ങൾ നിരാകരിച്ചു. അവസാന നിമിഷം വരെ ഞങ്ങളെ അതിനുവേണ്ടി അവർ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളെ പറഞ്ഞു ഞങ്ങളെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ സമരമുഖത്തുനിന്ന് വരുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ആ പരിഗണന അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 3000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ആലോചിക്കൂ, അതിനുള്ള സമയമുണ്ടല്ലോ, അല്ലാതൊരു ചർച്ച ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ആ ചർച്ച അവസാനിപ്പിച്ചെഴുന്നേക്കുന്നത്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പൂർണ്ണ സമ്മതം കൊടുത്തിരിക്കുന്നു. 100% ആ യൂണിയനുകളെല്ലാം യോജിച്ചിരിക്കുന്നു, 4 യൂണിയൻ. അതുകൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. ആ 4 യൂണിയനുകളുടെയും ആവശ്യം ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതായിരുന്നു. ആ പ്രശ്നം അവിടെ പരിഹരിച്ചിരിക്കുന്നു. അവരെല്ലാം അതിനകത്ത് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ അവർക്ക് പ്രശ്നമില്ല. പിന്നെ ആരാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? സമരം ചെയ്ത് ഞങ്ങളുടെ സംഘടന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മന്ത്രി ഇനി ഞങ്ങളെ മാത്രം ചർച്ചയ്ക്ക് വിളിച്ചാൽ മതി. ബാക്കി എല്ലാ ആളുകളും ഒരു യൂണിഫോം ഐഡിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ അവരൊരു ഏകീകൃതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന സ്ഥിതിക്ക് അവരെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങൾ എവിടെ വിളിച്ചു ചേർത്ത് എന്താണ് ചെയ്തത്? കഴിഞ്ഞ 2 തവണ മന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഈ 4 യൂണിയനുകൾ കൂടെ ചേർത്ത് ചെയ്യുകയായിരുന്നു. അതാണ് നടന്നത്. ആലോചിച്ച് നോക്കിയാൽ അതാണ് നടന്നത്. ഈ 3 മണിക്കൂർ എന്ത് ചോദിച്ചാൽ അതാണ് നടന്നത്. ഇടയ്ക്ക് മന്ത്രിയോട് INTUC-യുടെ നേതാവ് ആവശ്യപ്പെടണം, മന്ത്രി ഉദ്യോഗസ്ഥരൊന്ന് പുറത്തേക്ക് ഇരിക്കണം, ഞങ്ങൾ യൂണിയന്റെ തലത്തിലൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ പറഞ്ഞു വ്യത്യസ്തമായ നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ വ്യത്യസ്ത യൂണിയനുകളായിരിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു സമവായ നിലയ്ക്ക് ഒരു പരിഹാരം നിലയ്ക്ക് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ മാത്രം ട്രേഡ് യൂണിയനുകൾ മാത്രം വീണ്ടും 1 മണിക്കൂറോളം ചർച്ച ചെയ്തു. ഇനിയും വെച്ചില്ല. എന്നാൽ അവർ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർ പറയുന്നത് അംഗൻവാടിക്കാർക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ട് ബെറ്റർ ആയ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടില്ല. ഞങ്ങളെ കണ്ട അംഗൻവാടിക്കാരും അത് അവരുടെ ഒരു പരിഹാരമായിട്ട് പറഞ്ഞില്ല. അവരും 13 ദിവസം സമരം ചെയ്തിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. കഴിഞ്ഞ 40 വർഷമായി സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ഒരു കമ്മിറ്റിയുടെ ആവശ്യം കേരളത്തിലുണ്ടോ? എനിക്കറിയില്ല. അവർക്കും ഒരു കമ്മിറ്റി എടുത്തു കൊടുത്തിരിക്കുകയാണ്. അതൊരു ബെറ്റർ സൊല്യൂഷൻ എന്നാണ് അവർ നേതാക്കന്മാർ പറയുന്നത്. അതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് പറഞ്ഞു. നിങ്ങൾ അതുമായിട്ട് അതിന് പ്രസക്തിയില്ല. കാരണം അവരൊരു കമ്മിറ്റിയിൽ അവർ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. അതിന് പ്രസക്തിയില്ല. ഞങ്ങൾ അതിനകത്ത് പിന്തുണയ്ക്കുന്നില്ല. അതെല്ലാം കമ്മിറ്റിയില്ല. കാരണം അങ്ങനെ എടുക്കാനില്ലെന്ന് അവരെല്ലാം സർക്കാരിന് വേണ്ടി വാദിക്കുകയാണ്. അവിടെ കൊണ്ടൊരു പ്രത്യേകത എല്ലാ യൂണിയനുകളും സർക്കാരിന്റെ യൂണിയനുകളെ പോലെ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ആളുകളെ പോലെയാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും. കാരണം INTUC ഒരു സമവായം ഉണ്ടാക്കാൻ പ്രത്യേകിച്ചും മന്ത്രി തന്നെ പറയുന്നു, INTUC-യുടെ നേതാവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചർച്ച വിളിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചു 53 ദിവസം സമരം ചെയ്യുന്ന ആളുകളെ INTUC വിളിക്കുന്നില്ലെങ്കിൽ സർക്കാർ വിളിക്കണ്ടേ? അപ്പൊ ഇത് ഒരു സമവായം നടത്തിയിട്ട് വന്നിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് ഇനി ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ അത് സമരം ചെയ്യുന്ന സംഘടനകളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും പരിഗണിക്കാനും ചർച്ചയായിട്ട് മാറും. ഞങ്ങളത് ബന്ധപ്പെടുന്നുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ 4 യൂണിയനുകളും അവരുടെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അവരൊരു യൂണിഫോം ഐഡിയയിൽ എത്തിക്കഴിഞ്ഞു, ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ മാത്രമാണ്. അപ്പൊ പിന്നെ അവർക്ക് പിന്നെ ഇന്ന് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ട്. അവരുടെ അഭിപ്രായങ്ങളോട് സ്വീകരിക്കപ്പെട്ടുവല്ലോ, അത് അംഗീകരിച്ചു കഴിഞ്ഞു. സ്ഥിതിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മളെ മാത്രം വിളിച്ച് ചർച്ച ചെയ്താൽ മതിയാകും.